നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഈശ്വർ യു എന്നാണ് ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടിയുടെ പ്രൊഫൈൽ. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 32 വയസ്സ്. അടുത്ത മാസം ഫെബ്രുവരിയിൽ 32 വയസ്സാവും. പൂരോരട്ടാതി നക്ഷത്രം, ശുദ്ധജാതകം, ബിസിനസ്സാണ്, ഓൺ ബിസിനസ്സാണ്. ക്വാളിഫിക്കേഷൻസ് വന്നിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, BBA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് MBA ഫിനാൻസ്. ഇത്രയും ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അച്ഛൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി. യങ്ങർ സിസ്റ്ററുണ്ട്, അശ്വതി എന്നാണ് കുട്ടിയുടെ പേര്. അവർ PG ക്ലിനിക്കൽ സൈക്കോളജി കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ആൻഡ് മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അപ്പോൾ യങ്ങർ സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അമ്മ P ഗീത. അവർ HR അസിസ്റ്റൻ്റായിട്ട് പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ റിട്ടയറായി. തൃശ്ശൂരാണ് നാട്. സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ്. ഇതാണ് ഈ കുട്ടിയുടെ ഒരു പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. 5'10", 180 സെൻറ്റിമീറ്ററാണ് ആ കുട്ടിയുടെ ഹൈറ്റ്, 65 kg വെയിറ്റ്. ബേസിക്കലി ഇരിഞ്ഞാലക്കുടയാണ് അവരുടെ തറവാട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ തൃശ്ശൂരാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇരിഞ്ഞാലക്കുട അല്ല, തൃശ്ശൂർ അടുത്താണ്, ടൗണിനടുത്താണ്. ഈശ്വർ യു എന്നാണ് കുട്ടിയുടെ പേര്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. പൂരോരട്ടാതി നക്ഷത്രം, ശുദ്ധജാതകം, 32 വയസ്സ്, ഓൺ ബിസിനസ്, ക്വാളിഫിക്കേഷൻസ് BBA MBA, പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. അച്ഛൻ റിട്ടയർഡ് റെയിൽവേ എംപ്ലോയി. അമ്മ പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ റിട്ടയർഡ് എംപ്ലോയി. ഒരു സിസ്റ്ററാണ് അശ്വതി. ആ കുട്ടിയുടെ മാരേജൊക്കെ കഴിഞ്ഞ് അവർ വെൽ സെറ്റിൽഡാണ്. 5'10" ഈ കുട്ടിയുടെ ഹൈറ്റ്, 65 kg വെയിറ്റ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. അതായത് ഒരു മാരേജ് വേണം, വീട്ടിൽ കുട്ടികൾക്ക് മാരേജ് വേണം എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ആദ്യം അച്ഛനും അമ്മയും മക്കളും കൂടി ഇരുന്ന് നല്ലൊരു ഡിസ്കഷൻ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്താണ് ഈ ഡിസ്കഷൻ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്യാണം ആർക്കാണോ നോക്കുന്നത് വെച്ചാൽ ആ കുട്ടിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാകും. അതായത് എനിക്ക് ജോബ് ലൊക്കേഷൻ ഇന്നതാണെങ്കിൽ നന്നായിരുന്നു, ഇന്ന ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നന്നായിരുന്നു, ഇന്ന നാട്ടിൽ നിന്ന് കിട്ടിയാൽ നന്നായിരുന്നു, ഇത്ര ഹൈറ്റ് വേണം, ഇത്ര വെയിറ്റ് വേണം, അങ്ങനെയൊക്കെയുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം ഉപയോഗപ്പെടും. ഇല്ലെങ്കിൽ മറ്റുള്ള പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പറയേണ്ടി വരും, ഞാൻ മക്കളോടൊന്ന് ചോദിക്കട്ടെ എന്നിട്ട് പറയാം. മക്കളോട് എന്തായാലും ചോദിക്കേണ്ടി വരും, പക്ഷേ എന്നാലും ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, പൊതുവെ കാണുന്നൊരു കാഴ്ച, വിവാഹം നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കളെല്ലാം ജ്യോതിഷ പണ്ഡിതന്മാരാകുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ അനാവശ്യമായിട്ട് ജ്യോതിഷത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുക, അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് പറയാതിരിക്കുക, സംസാരിക്കാതിരിക്കുക. അരദോഷം, ഒരു ദോഷം, 7 ചൊവ്വ, ശുദ്ധജാതകം, ഇങ്ങനെയൊക്കെ പറയുന്ന എത്രയോ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ എത്രയോ പാരൻസിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇവർക്ക് ആർക്കും ജ്യോതിഷത്തിൻ്റെ ഒരു സംഭവം അവർക്ക് അറിയില്ല. എന്നാലും വർത്തമാനത്തിന് ഒരു കുറവും ഉണ്ടാവില്ല.
അപ്പം ഈ കേൾക്കുന്ന ആൾക്ക് ഈ ജ്യോതിഷത്തിനെ പറ്റി നല്ലൊരു ശതമാനം ആളുകൾക്കും ജ്യോതിഷത്തിൻ്റെ വലിയ വിവരം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഈ കേൾക്കുന്ന ആളുകൾ ഇപ്പം 7 ചൊവ്വ എന്നൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, അയ്യോ ഇതെന്താ സംഭവം, വേണ്ട, എനിക്ക് വേണ്ട കേട്ടോ, നിങ്ങളുടെ ജാതകം ഞങ്ങൾ നോക്കണില്ല, നമുക്കിവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യാം, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന അനവധി ആളുകളെ അറിയാം. കാര്യം 7 ചൊവ്വ എന്ന് കേട്ടപ്പോൾ അവർ പേടിച്ചു പോയി. ഇതെന്തോ 7 ചൊവ്വ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മുടെ കുട്ടി അങ്ങോട്ട് വിട്ടാൽ ശരിയാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ദയവ് ചെയ്ത് കഴിയാവുന്നത്ര ജാതക വർത്തമാനങ്ങൾ കുറച്ച് സംസാരിക്കുക. അത് നിങ്ങളുടെ സബ്ജക്റ്റ് അല്ല, നിങ്ങൾക്ക് അറിയില്ല. ഏതെങ്കിലും പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏത് മാട്രിമോണിയിൽ നിന്നായിക്കോട്ടെ, ഏത് ബ്രോക്കറുടെ അടുത്തു നിന്നായിക്കോട്ടെ, പ്രൊഫൈലുകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ജാതകം വാങ്ങിച്ച്, അല്ലെങ്കിൽ ഹോറോസ്കോപ്പിൻ്റെ കോപ്പി, തലക്കുറി എന്നൊക്കെ പറയും, തലക്കുറി വാങ്ങിച്ച് അതാത് പണിക്കന്മാരെ കാട്ടി, നിങ്ങളുടെ നാട്ടിലെ പണിക്കരെ കാട്ടുക. എന്നിട്ട് അത് ഓക്കെ ആണെന്ന് ചോദിക്കുക. 2 ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു, 2 കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടു, ഫോട്ടോ ഒക്കെ കണ്ടു, എവറിത്തിങ് ഓക്കെ. ഇനിയിപ്പോൾ ജാതകം മാത്രമാണ് നോക്കാനുള്ളത് എങ്കിൽ ഏതെങ്കിലും ഒരു പണിക്കർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറഞ്ഞു അത് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും മറ്റുള്ള ജ്യോത്സ്യന്മാരെ കണ്ട് 3-4 ജ്യോത്സ്യരുടെ അടുത്തെങ്കിലും പോയി ആരെങ്കിലും ഒരാൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോകണം. റിപ്പോർട്ട് വാങ്ങിക്കുക. ആരാണോ ഓക്കെ പറയുന്നത് വെച്ചാൽ അവരുടെ അടുത്തുനിന്ന് എഴുതി വാങ്ങിക്കുക, അവരുടെ ലെറ്റർ ഹെഡിൽ അത് വാങ്ങിച്ച് അത് വെച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഒറ്റയടിക്ക് അങ്ങോട്ട് നോ എന്ന് പറയണ്ട. അപ്പോൾ ജാതകത്തിൻ്റെ കാര്യത്തിൽ വളരെ അധികം ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണ് ജാതകം. ഇനി താല്പര്യമില്ലാതെ പലരും എന്നോട് പറയുന്നത് കേൾക്കാം, അയ്യോ ഞങ്ങൾക്ക് ജാതകമൊന്നും നിർബന്ധമല്ല. പക്ഷേ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ വീട്ടുകാർ നിങ്ങൾക്ക് പ്രൊഫൈൽ അയക്കുമ്പോൾ നിങ്ങൾ അതിനെ റിപ്ലൈ കൊടുക്കും, നാൾപ്പൊരുത്തമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊരുത്തങ്ങളില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ ജാതകം നോക്കണ്ടെന്നും പറയും, ഒരു കേസ് വേണ്ടാന്ന് വെക്കുന്നതിന് ഇങ്ങനെയും പറയും. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകൾക്ക് അത് അത്ര ഒരു സുഖമുള്ള ഏർപ്പാടമല്ല. അത് ഒരു കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുക. ജാതകം നോക്കുന്നില്ലെങ്കിൽ ജാതകം നോക്കുന്നില്ല, പക്ഷെ അത് ഉറക്കെ പറയണ്ട, നാട് മൊത്തം അറിയിപ്പിക്കേണ്ട കാര്യമില്ല ജാതകം നോക്കുന്നില്ല എന്നുള്ളത്. ജാതകം നോക്കുകയും നോക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ്, നിങ്ങളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ. അത് മൊത്തം ആളുകളോട് പറയേണ്ട കാര്യമില്ല, ഞങ്ങൾ നോക്കണില്ല. നിങ്ങൾ നോക്കണം, നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് തന്നെ പറയുക. പക്ഷേ ഇപ്പം നമ്മളുടെ പണിക്കർ സ്ഥലത്തില്ല, അത് കാരണം ഇപ്പം നോക്കുന്നില്ല. കാരണം നമ്മൾ നോക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിരീശ്വരവാദികളും അല്ലെങ്കിൽ വലിയ കമ്മ്യൂണിസ്റ്റുകാരൊക്കെയാണ് എന്നുള്ള ഒരു ചിന്താഗതി ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് പെൺകുട്ടികളുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ വീട്ടുകാർ അവിടേക്ക് കല്യാണം കഴിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിടുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഇതിനെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിരിക്കണം. അല്ലാതെ നമ്മളുടെ കുറേ അറിവുകൾ എവിടെന്നെങ്കിലൊക്കെ കിട്ടിയ ചില അറിവുകളൊക്കെ വെച്ച് അത് മൊത്തം പറഞ്ഞ് എങ്ങനെ നടത്താതിരിക്കാം എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തരുത്. നന്നായിട്ട് തന്നെ ശ്രമിക്കണം, നന്നായിട്ട് ശ്രമിക്കുക. ജാതകത്തിൻ്റെ കഴിയുന്നതും വർത്തമാനം ഒഴിവാക്കുക, പണിക്കരെ കൊണ്ട് നോക്കിപ്പിക്കുക. തുടക്കം എപ്പോഴും വാട്സപ്പ് മെസ്സേജ് കൂടെ ആയിരിക്കണം തുടക്കം. ഒരു കാരണവശാലും വിളിക്കേണ്ട ആവശ്യമില്ല. ആരെയും പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരെയും വിളിക്കരുതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രൊഫൈല്, അപ്ഡേറ്റഡ് പ്രൊഫൈൽ, ഫോട്ടോ, ഹോറോസ്കോപ്പ്, ഇത് 3 ഇഷ്ടപ്പെട്ട പ്രൊഫൈലിൻ്റെ രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുക്കുക, വാട്സപ്പ് മെസ്സേജ് ചെയ്തു കൊടുക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവരം തരും. അവർക്ക് വിവരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് വിവരം കിട്ടി നിങ്ങളെല്ലാവരും ഓക്കെയാണ്, ജാതകം ഓക്കെയാണ്, എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം ആദ്യം. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് നമ്പർ എക്സ്ചേഞ്ചിങ് ആണ് ഇപ്പോഴത്തെ പുതിയൊരു ചടങ്ങ്. ഈ വാട്സാപ്പ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഒരു മിനിമം 15 ദിവസമെങ്കിലും അവർ നന്നായിട്ട് സംസാരിക്കണം വാട്സപ്പിൽ കൂടെ.
അപ്പോൾ അവരൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യും. ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്കസ് ചെയ്യണം കുട്ടികൾ തമ്മിൽ. 1, കുടുംബം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. 2, എഡ്യൂക്കേഷൻ. 3, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്നുള്ളത്. 4, അമിതമായിട്ടുള്ള ബാങ്കിങ് ലോൺസ് വല്ലതും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. പല ആളുകളും ചോദിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന അതൊക്കെ എങ്ങനെ ഒരാളോട് ചോദിക്കുക എന്നുള്ളത്, ചോദിച്ചേ മതിയാവുള്ളൂ. അതിനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം നിങ്ങൾ. ആ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു ഡിപ്ലോമാറ്റിക് വേ തന്നെ ഇത് ഡീൽ ചെയ്യണം. അത് മനസ്സിലാക്കി വെക്കണം. ഇതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, മറിച്ച് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ പുറത്ത് വെച്ച് കാണുക. ഒരു 15-20 ദിവസം കഴിഞ്ഞ് വാട്സപ്പ് ചാറ്റിൽ കൂടെ ഒരു കംഫർട്ട് ലെവൽ ആയെന്നുണ്ടെങ്കിൽ മാത്രം, രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി ഒരു കംഫർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പുറത്ത് വെച്ച് കുട്ടികൾ തമ്മിൽ കാണണം. പുറത്ത് വെച്ച് കാണുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഫി ഹൗസിൽ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് കുറച്ച് നേരം നന്നായിട്ട് സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരു നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലാണ്ട് ഒരാൾക്ക് ഇഷ്ടാവുന്നില്ല വേറൊരാൾക്ക് ഇഷ്ടമായി ആ പരിപാടിയൊന്നും പറ്റില്ല. രണ്ടുപേർക്കും ഓക്കെ ആവണം. രണ്ടുപേർക്കും ഓക്കെ ആവുക. രണ്ടുപേരും ഒരു കംഫർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെണ്ണ് കാണൽ ചടങ്ങിന് നിങ്ങൾക്ക് പോകാം. അല്ലാതെ ഒരു കാരണവശാലും പെണ്ണ് കാണൽ ചടങ്ങ് നടത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ഈ പല കേസുകൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങി കുട്ടികൾ പെണ്ണ് കാണൽ ചടങ്ങ്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വീട്ടിൽ വെച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. പുറത്താണെങ്കിൽ കൃത്യമായിട്ട് പറയുകയവർ, ഇത് അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അല്ലെങ്കിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞങ്ങൾ വരുന്നത്, അതുകൊണ്ട് എനിക്കിതിനോട് താല്പര്യമില്ല, നീ വേറെ നോക്കിക്കോളൂ എന്ന് പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക. അച്ഛൻ അമ്മമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കുക. ആരെയും കുറഞ്ഞു കാണണ്ട, ആരെയും വലിയ ഇതായിട്ട് കാണണ്ട, എല്ലാവരും നമുക്ക് തുല്യർ തന്നെയാണ് എന്നുള്ളൊരു ചിന്താഗതിയായിട്ട് പോവുക. അല്ലെങ്കിൽ എൻ്റെ മകൻ വലിയ പഠിപ്പാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ വലിയ പഠിപ്പാണ്, ഇവരോട് ഇപ്പം എന്താ പറയേണ്ടത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി നന്നായിട്ട് സംസാരിക്കുക. ഇപ്പം നിങ്ങൾ സംസാരിക്കൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നേക്ക് നിങ്ങൾക്ക് കുറേ സംസാരിക്കേണ്ടി വരും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ നടത്തി ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ തന്നെ ഒരു തോന്നൽ വരുത്തണം, ഒരു നല്ല ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ കേസ്, ഒരു പർട്ടിക്കുലർ കേസ് ശരിയായിട്ടില്ലെങ്കിലും അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കേസ് വരുമ്പോൾ നിങ്ങൾക്ക് അയച്ചു തരും, ഇങ്ങനെ ഒരു കേസുണ്ട്, ഇതൊന്ന് നോക്കിക്കോളൂ കേട്ടോ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് വിവാഹം എത്രയും നല്ല ഭംഗിയായിട്ട് മംഗളമായിട്ട് തന്നെ നടത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അല്ലാതെ ജാതകം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ അതിൽ റിസർച്ച് നടത്തി ഡിലേ ആക്കരുത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം.